ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 സുവോളജി 4ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ദ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാപ്റ്റർ 1ൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ആദ്യം തന്നെ നമ്മൾ എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പഠിക്കണം. Procedures and techniques used to gather information about organisms for taxonomic studies. നമ്മൾ ടാക്സോണമിക് സ്റ്റഡീസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റഡീസാണ് ടാക്സോണമി എന്ന് പറഞ്ഞിരുന്നു. സോ ടാക്സോണമിക് സ്റ്റഡീന് വേണ്ടി നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യണം. ആ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ടെക്നിക്സ്, രീതികളാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് 9 തരത്തിലുള്ള അല്ലെങ്കിൽ 2 ഡിവിഷൻസിലുള്ള കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ് എന്ന ഡിവിഷനാണ്. അതിൽ നമ്മൾ ഹെർബേറിയം, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, മ്യൂസിയം, കീ, ഇങ്ങനെ 5 കാര്യങ്ങളാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷൻ. അതിനകത്ത് നമ്മൾ ഫ്ലോറ, മാനുവൽ, മോണോഗ്രാഫ്, കാറ്റലോഗ്, ഇങ്ങനെ 4 ഡിവിഷൻസാണ് പഠിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം അപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്കിലെ ഹെർബേറിയമാണ് നോക്കാൻ പോകുന്നത്. ഹെർബേറിയം ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. ഈ ഹെർബേറിയം എന്ന് പറയുന്നത് ഒരു സ്റ്റോർ ഹൗസ് പോലെയാണ്. ആ സ്റ്റോർ ഹൗസിനകത്ത് നമുക്ക് പ്ലാന്റിൻ്റെ ഓരോ സ്പെസിമെൻസ് അല്ലെങ്കിൽ സ്പീഷീസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഓരോ പ്ലാന്റും നന്നായി ഉണക്കി അത് 2 പേപ്പറിൻ്റെ ഇടയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് ഷീറ്റ്സിൽ പ്രിസർവ് ചെയ്യുന്ന രീതിയാണ് ഹെർബേറിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഹെർബേറിയത്തിൽ ഓരോ ഷീറ്റിലും ഓരോ പ്ലാന്റിൻ്റെ സ്പെസിമെൻസ് ഉണ്ടാവും. ഇത് നന്നായി ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്തിട്ടായിരിക്കും ആ ഷീറ്റ്സിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഹെർബേറിയം ഷീറ്റ്സിൽ നമുക്ക് ഇനി കുറച്ച് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ലേബലുണ്ട്. അപ്പോൾ ആ ലേബലിൽ നമുക്ക് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ, നമ്മൾ എന്നാണ് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ലോക്കൽ ആൻഡ് ബൊട്ടാനിക്കൽ നെയിംസ്, ആ ഒരു പ്ലാന്റിൻ്റെ ലോക്കൽ നെയിം, നിങ്ങളുടെ ഏരിയയിൽ അറിയപ്പെടുന്ന ലോക്കൽ നെയിം, അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ സയൻറ്റിഫിക് നെയിം എന്താണ്, അതിൻ്റെ ഫാമിലി ഏതാണ്, അതുപോലെ തന്നെ അത് കളക്ട് ചെയ്ത ആളുടെ, അതായത് ഇപ്പോൾ നമ്മളാണൊരു പ്ലാന്റ് കളക്ട് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് ഷീറ്റ്സിൽ പ്രിസർവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പേര്, കളക്ടേഴ്സ് നെയിം, അതായത് ആരാണോ കളക്ട് ചെയ്തത് അയാളുടെ പേര്, ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ ഹെർബേറിയമിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാക്സോണമിക്കൽ സ്റ്റഡീസിന് വേണ്ടി ഓരോ കാര്യവും പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹെർബേറിയംസിൽ പ്ലാന്റ് സ്പെസിമെൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹെർബേറിയത്തിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി നമ്മൾ 2ാമത്തെ കാറ്റഗറിയിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് ബോട്ടണിക്കൽ ഗാർഡൻസ്. ദീസ് സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ഹാവ് കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ് ഫോർ റെഫറൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ ഹെർബേറിയത്തിൽ ഡ്രൈഡ് പ്ലാന്റ്സ് ആണ് കണ്ടിരുന്നെങ്കിൽ ബോട്ടണിക്കൽ ഗാർഡൻസിൽ നമുക്ക് ലിവിങ് പ്ലാന്റ്സിൻ്റെ റെഫറൻസസ് ആണ് കാണാൻ സാധിക്കുക. So, plant species in this garden are grown for identification purposes. Each plant is labeled indicating its botanical or scientific name and its family. എല്ലാ പ്ലാന്റ് സ്പീഷീസും ഐഡൻറ്റിഫിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്, ബോട്ടണിക്കൽ ഗാർഡൻസിൽ വളർത്തുന്നത്. ആൻഡ് ഈ ഒരു ഓരോ പ്ലാന്റ്സിൻ്റെയും ബോട്ടണിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എഴുതി വെച്ചിട്ടുണ്ടാവും ആ പ്ലാന്റിൻ്റെ തൊട്ടടുത്തായിട്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഫാമിലി. നമുക്ക് എന്താ പറയുക, ഫേമസ് ബോട്ടണിക്കൽ ഗാർഡൻസ് ക്യൂ ഇൻ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ബോട്ടണിക്കൽ ഗാർഡൻ ഹൗറ, ഹൗറയിലുള്ള ഒരു ഇന്ത്യൻ ബോട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ ലക്നൗവിൽ നാഷണൽ ബോട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നമുക്കൊരു ബോട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് പാലോടിൽ, ദാറ്റ് ഈസ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാനിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ബോട്ടണിക്കൽ ഗാർഡൻസിൽ നമുക്ക് ലിവിങ് പ്ലാന്റ്സിൻ്റെ സ്പെസിമെൻസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ മ്യൂസിയം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മ്യൂസിയം എന്ന ടാക്സോണമിക്കൽ എയ്ഡാണ് നോക്കാൻ പോകുന്നത്. Museums have collections of preserved plants and animal specimens for study and references. Specimens are preserved in containers or jars in preservative solutions. ഇപ്പോൾ മ്യൂസിയമിൽ നമുക്ക് ഈ പ്ലാന്റ്സും ആനിമൽസും എല്ലാം മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എന്താ പറയുക
ആനിമൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം നമ്മൾ അതെടുത്തിട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സ്പെസിമെൻ രീതിയിൽ സ്റ്റഫ് ചെയ്തിട്ടെല്ലാം നമ്മൾ വെക്കുന്നതാണ്. പക്ഷേ പ്ലാന്റ്സ് നമ്മൾ പ്രിസർവ് ചെയ്യും. സോ ഈ സ്പെസിമെൻസ് എല്ലാം പ്രിസർവ് ചെയ്യുന്നത് നല്ല എന്താ പറയുക പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിലാണ്, ജാർസിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിലായിരിക്കും നമ്മൾ ഈ സ്പെസിമെൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഈ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് എല്ലാം നമ്മൾ ഡ്രൈ സ്പെസിമെൻസ് ആയിട്ടും ചില സമയത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിംഗ് ആൻഡ് പിന്നിങ്. ഇൻസെക്ട്സിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ഇൻസെക്ട് ബോക്സസിലാണ്. അപ്പോൾ ഇൻസെക്ട് ബോക്സസിന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യും ഇൻസെക്ട്സിനെ, ദെൻ കിൽ ഇറ്റ് ആൻഡ് ദെൻ പിൻ ഇറ്റ് ഇൻ ദ ബോക്സസ്. ലാർജർ ആനിമൽസ്, ബേർഡ്സും മാമൽസ് പോലുള്ള ലാർജർ ആനിമൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരണത്തിന് ശേഷം അവയുടെ സ്കിന്നെടുത്ത് നമ്മളത് സ്റ്റഫ് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും പിന്നെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മ്യൂസിയമിൽ നമുക്ക് പല സ്കെലിറ്റൻസും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മ്യൂസിയത്തിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂവോളജിക്കൽ പാർക്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് സൂ എന്ന് വിളിക്കുന്നു. നമ്മളെല്ലാവരും സൂസിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമുക്ക് വൈൽഡ് ആനിമൽസ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ സൂ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഹ്യൂമൻ കെയർ ആയിരിക്കും ഈ വൈൽഡ് ആനിമൽസിന് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒബ്സർവ് ചെയ്യാനും അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കുന്നതായിരിക്കും. സൂവിൽ ഹ്യൂമൻ കെയറിൻ്റെ അടിയിലാകുമ്പോൾ നമുക്ക് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. വൈൽഡ് ആനിമൽസ് ആണ് പ്രധാനമായിട്ടും സൂസിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. All animals in the zoo are provided as far as possible the conditions similar to their natural habitat. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ട് എന്താ പറയുക സിമിലർ ആയിട്ടുള്ള എന്താ പറയുക കുറച്ച് സിമിലാരിറ്റീസ് ഉള്ള ഹാബിറ്റാറ്റ് ആയിരിക്കും നമ്മൾ സൂവിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആസ് ഫാർ ആസ് പോസിബിൾ നമുക്ക് പറ്റുന്ന അത്ര അവർക്ക് അതിനോട് സിമിലാരിറ്റി ആയിട്ട് അതിനോട് സെയിം ആയിട്ട് തോന്നാൻ നമ്മൾ ശ്രമിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ഏരിയാസിനാണ് നമ്മൾ സൂസ് എന്ന് പറയുന്നത്, സുവോളജിക്കൽ പാർക്സ്. ഇനി നമ്മൾ അഞ്ചാമത്തേലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് കീ, ടാക്സോണമിക്കൽ കീ. കീ ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അപ്പോൾ ഇത് ഈസിലി മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വൺ ഓർഗാനിസം. അപ്പോൾ നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. സ്കിന്നിൻ്റെ ബേസിസിൽ നമ്മൾ വേർട്ടബ്രേറ്റ്സിനെ ആയിരുന്നു അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക ഫർ ഉണ്ടെങ്കിൽ മമേലിയ, പിന്നെ ഫെദേഴ്സ്. അപ്പം ഫെദേഴ്സ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫർ ഉണ്ടോ എന്നായിരുന്നു. അപ്പോൾ യെസ് ഓർ നോ ആൻസർ ഉണ്ട്. അപ്പോൾ യെസ് എന്നാണ് ആൻസർ എങ്കിൽ ഇറ്റ് വിൽ ബി എ മമേലിയ. പക്ഷെ നോ എന്നാണെങ്കിൽ ദെൻ വി ആസ്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെദേഴ്സ് ഉണ്ടോ? അത് യെസ് എന്നാണെങ്കിൽ ഏസ്, ആൻഡ് നോ എന്നാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടിൽ വി അറൈവ് ടു ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, അതുവരെ എത്തുന്നത് വരെ ആയിരിക്കും നമ്മളൊരു കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മളൊരു പെയറാക്കി എടുത്തിട്ട് ഒരു ചോദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ആ ഒരു പെയറിനെ നമ്മൾ കപ്ലെറ്റ് എന്നാണ് വിളിക്കുക. ആൻഡ് ഈ ഒരു രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും രണ്ടും. സോ ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ രണ്ട് ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കീ ഈസ് കോൾഡ് എ ലീഡ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ഞാൻ നേരത്തെ ചോദിച്ചില്ല, ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ചോദിച്ചത് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ലീഡ് എന്നുകൂടി പറയുന്നുണ്ട്. Separate taxonomic key are required for each taxonomic category such as family, genus and species for identification purpose. അപ്പോൾ ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇതുപോലെയുള്ള ഓരോ ടാക്സോണിനും ഡിഫറെൻറ്റ് ടാക്സോണമിക് കീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കീസ് ആർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടാക്സോണമിക്കൽ കീനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഇതിനകത്ത് ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ് ആൻഡ് കാറ്റലോഗ്സ് ആർ യൂസ്ഡ്. ഇതെല്ലാം റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം നമ്മൾ നേരിട്ട് പോയി ഒബ്സർവ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഡേറ്റ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. പക്ഷെ റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള
ഫാക്ട്സ് നമ്മളെടുത്തിട്ട് അത് സ്റ്റഡി ചെയ്യുന്നതാണ്. ഇപ്പോൾ റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇത് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് നമ്മൾ തന്നെ ചിലപ്പോൾ കൂടുതൽ അറിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഒരു റെക്കോർഡിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ റോങ് ആവാം. പക്ഷേ ഈ റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ എക്സ്പേർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് ഈ റെക്കോർഡ് ഡിസ്ക്രിപ്ഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനകത്തുള്ള ആദ്യത്തെ കാറ്റഗറി ഫ്ലോറയാണ്. ഫ്ലോറ കണ്ടെയ്ൻസ് ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ് ഇൻ ഓഫ് എ ഗിവൻ ഏരിയ. ദീസ് പ്രൊവൈഡ് ദ ഇൻഡെക്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ ഫ്ലോറ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഏരിയ, നമ്മളിപ്പോൾ ഒരു ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള പ്ലാന്റ് സ്പീഷീസിനെ ഒന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് മാനുവലാണ്. മാനുവൽസ് ആർ യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് പ്ലാന്റ്സ് ആയിരുന്നു, ഫ്ലോറയിൽ പ്ലാന്റ്സിൻ്റെ ഇൻഡെക്സ് ആയിരുന്നു നമ്മൾ കണ്ടത്. മാനുവൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഏരിയയിൽ കാണുന്ന എല്ലാ സ്പീഷീസിൻ്റെ നെയിംസും ഐഡൻറ്റിഫൈ ചെയ്യാൻ മാനുവൽസ് ഒരു ഏരിയയിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന എല്ലാ സ്പീഷീസിൻ്റെയും നെയിംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാനുവൽസ് നമ്മളെ സഹായിക്കുന്നു. അവസാനത്തെ മോണോഗ്രാഫാണ്. മോണോഗ്രാഫ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ ഓഫ് എനി വൺ ടാക്സോൺ. ഒരു ടാക്സോണിൻ്റെ ഇൻഫോർമേഷൻ മാത്രമേ മോണോഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ഫ്ലോറ, മാനുവൽ ആൻഡ് മോണോഗ്രാഫ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് വിത്ത് ദിസ് വി കം ടു ആൻ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന അസൈൻമെൻറ്റിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ കണ്ട ഹെർബേറിയം എന്ന ഒരു ഒരു ടാക്സോണമിക്കൽ എയ്ഡിൽ ഞാൻ പറഞ്ഞു പ്ലാന്റ്സ് ആർ ഡ്രൈഡ്, pressed and then preserved on sheets. അപ്പോൾ അതുപോലെ നമ്മളൊരു പ്ലാന്റ് എടുത്തിട്ട് അത് ഡ്രൈ ചെയ്യുക, പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഷീറ്റിൽ ഇതിനെ പ്രിസർവ് ചെയ്യുക. അപ്പോൾ ആ ഒരു അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്ലാന്റ് എടുത്ത് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഒരു ഷീറ്റിൽ പ്രിസർവ് ചെയ്യുമ്പോൾ നമ്മളതിൽ എന്താണ് ആ പ്ലാന്റിൻ്റെ പേര്, സയൻറ്റിഫിക് നെയിം, നമ്മൾ ലോക്കൽ നെയിം ആദ്യം എഴുതുക, സയൻറ്റിഫിക് നെയിം എഴുതുക, എവിടെ നിന്നാണ് നിങ്ങളത് കളക്ട് ചെയ്തത്, ഡേറ്റ് ഓഫ് കളക്ഷൻ, നിങ്ങൾ എന്നാണ് കളക്ട് ചെയ്തത്, ആ ഒരു പ്ലാന്റ് ഏത് ഫാമിലിയിൽ പെട്ടതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ഇൻക്ലൂഡ് ചെയ്യുക. സോ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ചുറ്റും കടന്ന് ഏതെങ്കിലും ഒരു പ്ലാന്റ് എടുക്കുക, അത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രസ് ചെയ്യുക, രണ്ട് പേപ്പറിൻ്റെ ഇടയിൽ വെച്ച് പ്രസ് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഒരു ഷീറ്റിൽ പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത്രയും ഇൻഫോർമേഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട്സ് എല്ലാം ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും ഫോർ ക്വിക്ക് റെഫറൻസ്. അപ്പോൾ ആൻഡ് ദാറ്റ്സ് ആൾ ഫോർ ടുഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. And thanks for watching. See you on my next video. Bye bye.